നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ നാട്ടുകാരോട് മുഴുവൻ നമ്മൾ നമ്മുടെ സങ്കടവും ദുഃഖവും വിഷമവും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിനോട് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മളൊക്കെ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, അത് കൗൺസിലറിന് മുമ്പ് പോയിരുന്നിട്ട് നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാകും, നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാകും, കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാകും. അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. നാട്ടുകാർ മുഴുവൻ നമ്മുടെ ലൈഫ് നന്നാക്കണം എന്ന് വിചാരിച്ചു, അള്ളാഹു വിചാരിച്ചിട്ടില്ലെങ്കിൽ നടക്കുമോ? നമ്മുടെ കുടുംബക്കാർ മുഴുവൻ നമ്മുടെ കുടുംബജീവിതം ഉഷാറാക്കണം എന്ന് കരുതി, അള്ളാഹു കരുതിയിട്ടില്ല എങ്കിൽ അത് നടക്കുമോ? അള്ളാഹു തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അത് പറ്റുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഇബ്നു അബ്ബാസ്, ജനങ്ങൾ മുഴുവൻ നിനക്കൊരു നന്മ ചെയ്യണമെന്ന് തീരുമാനിച്ചു, ആ നന്മ നിനക്ക് വേണ്ടി അള്ളാഹു എഴുതി വെച്ചിട്ടില്ല എങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയൂല. ഇനി ജനങ്ങൾ മുഴുവൻ നിന്നെ ഉപദ്രവിക്കണം എന്ന് തീരുമാനിച്ചു, അള്ളാഹു ആ ഉപദ്രവം നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ല എങ്കിൽ അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. അത് നമ്മുടെ അഖീദയല്ലേ, നമ്മുടെ വിശ്വാസമല്ലേ. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം നമ്മുടെ റബ്ബിനോട് പറയണം, അള്ളാഹുവിനോട് പറയണം.